ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും പി കെ ലേണിങ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് NDPS ആക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ NDPS ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ 2 ക്ലാസ്സസ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് 3ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, നിങ്ങൾ പോയിട്ട് ആ 2 ക്ലാസ്സുകൾ ഡെഫിനറ്റ് ആയിട്ടും കാണണം. കാര്യം 2 മാർക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് NDPS ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ NDPS ആക്ട് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സെക്ഷൻ 1 നമ്മൾ ഡിസ്കസ് ചെയ്തു, പിന്നെ നമ്മൾ സെക്ഷൻ 25 ഡിസ്കസ് ചെയ്തു, ദെൻ സെക്ഷൻ 27, 28, പിന്നെ 31A. ഇത്രയും സെക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ലാസ്റ്റ് 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ സെക്ഷൻസ് എല്ലാം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തത് സെക്ഷൻ 31Aയിലാണ്. അപ്പോൾ സെക്ഷൻ 31A പ്രകാരം നമ്മൾ പറഞ്ഞു എന്താണ്, ചില കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ച് അല്ലെങ്കിൽ ചില കുറ്റകൃത്യങ്ങളിൽ കൺവിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്യുന്നു, കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാലുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്, സെക്ഷൻ 31Aയിൽ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 31A പറഞ്ഞപ്പോഴത്തേനും നമ്മൾ എന്തു പറഞ്ഞു, സെക്ഷൻ 19 കുറിച്ചും സെക്ഷൻ 24 കുറിച്ചും സെക്ഷൻ 27A കുറിച്ചും പിന്നെ അതുകൂടാതെ സെക്ഷൻ 31 കുറിച്ചും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന സെക്ഷൻ 31Aയിൽ പരാമർശമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സിലബസിൽ ഇല്ല എങ്കിൽ പോലും ഈ സെക്ഷൻ 31Aയിൽ ഈ പറയുന്ന സെക്ഷൻസിനെ കുറിച്ച് പരാമർശമുള്ള സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ സെക്ഷൻസ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മൾ വെക്കണം. സോ അതുകൊണ്ട് നമ്മൾ സെക്ഷൻ 31Aൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ് കാണാത്തവർ ഡെഫിനറ്റ് ആയിട്ടും ബെയർ മിനിമം എന്ത് ചെയ്യണം, NDPS ആക്ടിൻ്റെ പാർട്ട് 2 എങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഒന്ന് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അതിനുമുമ്പ് നമുക്കൊന്ന് ബ്രീഫ് ചെയ്യാം. സെക്ഷൻ 1 നമ്മൾ പറഞ്ഞു എന്താണ് NDPS ആക്ടിൻ്റെ പേര്, ഒറിജിനൽ പേര് എന്താണ്, ദെൻ അതിൻ്റെ എക്സ്റ്റെൻറ്റ് എന്താണ് കമൻസ് ചെയ്ത്, ഈ 3 കാര്യങ്ങളാണ് സെക്ഷൻ 1 പറയുന്നത് അല്ലേ. ദെൻ സെക്ഷൻ 25 പറയുന്ന എന്താണ്, നമ്മൾ NDPS ആക്ടിൽ പറയുന്ന എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഒഫൻസസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രിമൈസ് ഒരുക്കുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്, സെക്ഷൻ 25 പറയുന്നത്. ദെൻ സെക്ഷൻ 27 വരുമ്പോൾ എന്തിനെക്കുറിച്ച് പറയുന്നു, കൺസംഷനെ കുറിച്ച് പറയുന്നു അല്ലെ. നമ്മൾ എന്തെങ്കിലും നർക്കോട്ടിക് ഡ്രഗോ അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ നമ്മൾ കൺസ്യൂം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്, സെക്ഷൻ 27 പറയുന്നത്. അതിനകത്ത് നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലൂടെ പറഞ്ഞിരിക്കുന്ന ഡ്രഗ്സ് കൺസ്യൂം ചെയ്താൽ ഒരു കാറ്റഗറി ഓഫ് പണിഷ്മെൻ്റ് ആണ്. ദെൻ അല്ലാത്ത ഡ്രഗ്സ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു കാറ്റഗറി ഓഫ് പണിഷ്മെൻറ്റ്. ദാറ്റ് മീൻസ് എന്താണ്, 1 വർഷം വരെയുള്ള കഠിന തടവ് പ്ലസ് 20,000 രൂപ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, 6 മാസം വരെയുള്ള തടവ് അല്ലെങ്കിൽ 10,000 രൂപ വരെ പിഴയും നമുക്ക് കിട്ടും. പിന്നെ 28 പറയുന്നത് ഈ പറയുന്ന നർക്കോട്ടിക് അല്ലെങ്കിൽ NDPS ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഒഫൻസസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അറ്റംപ്റ്റ് നടത്തുന്നു, അതിനുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് സെക്ഷൻ 28 പറയുന്നത്. ദെൻ സെക്ഷൻ 31 ചില കുറ്റകൃത്യങ്ങളിൽ കൺവിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എഗെയിൻ എന്ത് ചെയ്യുന്നു, ഒഫൻസസ് കമ്മിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വധശിക്ഷ വരെ കിട്ടാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 31Aയിൽ പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ, മനസ്സിലായോ? അപ്പോൾ ഇത്രയും സെക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സെക്ഷൻ 31 പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള സെക്ഷൻസ് അതിൻ്റെ കോൺടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സെക്ഷൻസ് കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് നോക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 19 ആണ്. എന്താണ് സെക്ഷൻ 19 പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് ചില ആൾക്കാർക്ക് കറുപ്പ് അല്ലെന്നുണ്ടെങ്കിൽ OPM കൾട്ടിവേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോർ മെഡിസിനൽ പർപ്പസ്. ഓക്കെ, അപ്പോൾ മെഡിസിനൽ പർപ്പസിനായിട്ടും മറ്റു പർപ്പസിനായിട്ടും ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർക്ക് ഈ പറയുന്ന കറുപ്പ് കൃഷി ചെയ്യാനുള്ളൊരു പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള കൃഷി ചെയ്യുന്ന കൃഷിക്കാരൻ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്തിട്ടുള്ള ഈ OPM അല്ലെങ്കിൽ കറുപ്പ് എന്ത് ചെയ്യുന്നു, മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അപഹരിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത്, സെക്ഷൻ 19 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 19 എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, കൃഷിക്കാരൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോടുകൂടി OPM കൾട്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, OPM എന്ത് ചെയ്യുന്നു, മിസ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ കറുപ്പ് എന്ത് ചെയ്യുന്നു, അപഹരിക്കുന്നു. അങ്ങനെ അപഹരിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ ഏതാണ്, സെക്ഷൻ 19 ആ കാര്യം പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ,
ഇത്രയേ ഉള്ളൂ. സെക്ഷൻ 19 പറയുന്ന കാര്യം ഇതാണ്: കറുപ്പ് കൃഷി ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് ലൈസൻസ് ഉള്ള ഏതെങ്കിലും കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന കറുപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഭാഗം അപഹരിക്കുകയോ അനധികൃതമായി വിനിയോഗിക്കുകയോ ചെയ്താൽ 10 വർഷത്തിൽ കുറയാത്തതും 20 വർഷം വരെ നീണ്ടു നിൽക്കാവുന്നതുമായ കഠിന തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്തതും 2 ലക്ഷം രൂപ വരെ ആകാവുന്ന തടവും പിഴയും, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴയും ലഭിക്കും എന്നുള്ളതാണ് എവിടെ പറയുന്നത്? സെക്ഷൻ 19 പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? ലൈസൻസ്ഡ് ആയിട്ടുള്ളൊരു കർഷകൻ എന്ത് ചെയ്യുന്നു? താൻ കൃഷി ചെയ്യുന്ന കറുപ്പ് എന്ത് ചെയ്യുന്നു? മിസ്യൂസ് ചെയ്യുന്നു. മിസ്യൂസ് ചെയ്യുക മീൻസ് എന്താണ്? അതെന്ത് ചെയ്യുന്നു? കറുപ്പ് എടുക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അതേ ആ കൃഷിക്കാരൻ തന്നെ എന്ത് ചെയ്യുന്നു? അത് അനധികൃതമായിട്ട് വിനിയോഗിക്കുന്നു. അങ്ങനെ ചെയ്താലുള്ള പണിഷ്മെൻ്റ് ആണ് സെക്ഷൻ 19 പറയുന്നത്. പണിഷ്മെൻ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? മിനിമം എത്രയാണ്? 10 വർഷം വരെയുള്ള കഠിന തടവ്. ദെൻ മാക്സിമം എത്രയാണ്? 20 വർഷം വരെയുള്ള കഠിന തടവ്. അപ്പോൾ 10നും 20നും ഇടയ്ക്കുള്ളൊരു പണിഷ്മെൻറ്റ് ആർക്ക് കിട്ടും? ഈ കൃഷിക്കാരന് കിട്ടും. പിന്നെ അതുകൂടാതെ എന്തുണ്ട്? ഫൈനും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഫൈൻ എത്രയാണ്? 1 ലക്ഷം, മിനിമം 1 ലക്ഷം, മാക്സിമം എത്രയാണ്? 2 ലക്ഷം. ഓക്കെ. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? കോടതിക്ക് ഉചിതമാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 2 ലക്ഷം രൂപയിൽ കൂടുതൽ പിഴ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആ 2 ലക്ഷം രൂപ അങ്ങനെ പിഴ ഇടുന്നുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ആ ഒരു പിഴ ഇടുന്നത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം? കോടതി വിധിയിൽ വ്യക്തമാക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ സെക്ഷൻ 19 മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കൺസോൾട്ടേറ്റ് ചെയ്യാം. സെക്ഷൻ 19 എന്ന് പറയുന്നത് കറുപ്പ് അപഹരിച്ചാൽ ഉള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 19 പറയുന്നത്. ഇനി എന്താണ് എക്സാക്ട്ലി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ് ലൈസൻസ് കൊടുത്തിട്ടുള്ള ഒരു കർഷകൻ താൻ ഉൽപ്പാദിപ്പിക്കുന്ന കറുപ്പ് എന്ത് ചെയ്യുന്നു? അനധികൃതമായിട്ട് വിനിയോഗിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഏതെങ്കിലും ഭാഗം എന്ത് ചെയ്യുന്നു? അപഹരിക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മിനിമം 10 വർഷം, മാക്സിമം 20 വർഷം വരെയുള്ള തടവ്, പ്ലസ് എന്ത് കിട്ടും? മിനിമം 1 ലക്ഷം രൂപ ഫൈൻ, അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം 2 ലക്ഷം രൂപ വരെ ഫൈൻ നമുക്ക് ലഭിക്കും. ഇനി 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഫൈൻ കോടതിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്താ? ഡെഫിനറ്റ്ലി കൊടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഈ 2 ലക്ഷം രൂപയിൽ കൂടുതൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഫൈൻ കൊടുക്കുന്നതെന്നുള്ള കാര്യം എന്ത് ചെയ്യണം? വിധിയിൽ വ്യക്തമാക്കണം എന്നുള്ള കാര്യവും ഇവിടെ പറയുന്നുണ്ട്. സെക്ഷൻ 19 പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സെക്ഷൻ 19 നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെക്ഷൻ 19 ബെയർ ആക്റ്റും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ എന്താവും? കംപ്ലീറ്റ് ആവും. ഓക്കെ. അല്ല, സെക്ഷൻ 19 ബെയർ ആക്ട് തൽക്കാലം വേണ്ട, കാര്യം നമ്മുടെ സിലബസിൽ ഇല്ലാത്ത കാര്യമല്ലേ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് ആ ബെയർ ആക്ടിലെ കണ്ടന്റ് തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്? ഞാനിവിടെ വെച്ചേക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് സെക്ഷൻ 24. എന്താണ് സെക്ഷൻ 24 പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ എക്സ്റ്റേണൽ ഡീലിംഗ് ആണ് അല്ലേ, മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്റ്റേണൽ ഡീലിങ്സിലുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്, സെക്ഷൻ 24 പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ മയക്കുമരുന്നോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് പുറത്ത് വ്യാപാരം ചെയ്താലുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 24 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ പുറത്ത് ഇപ്പം എ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ത് ചെയ്യുന്നു? എ എന്ന് പറഞ്ഞ ഇന്ത്യക്കാരനാണ്. അയാൾ എന്ത് ചെയ്യുന്നു? എക്സ് എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഒരു ഡ്രഗ് അല്ലെങ്കിൽ ഒരു നാർക്കോട്ടിക് സബ്സ്റ്റൻസ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു? എക്സ് എന്ന് പറഞ്ഞ കൺട്രിയിൽ നിന്ന് മേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? വൈ എന്ന് പറഞ്ഞ കൺട്രിക്ക് എന്ത് ചെയ്യാണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ഡീലിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എവിടെ പറയുന്നത്? ഈ പറയുന്ന സെക്ഷൻ 24 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 12 എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ അനുമതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ 12 പറയുന്ന പ്രൊവിഷൻസിന് എതിരായിട്ടോ അല്ലെങ്കിൽ എന്താണ്, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ എന്ത് ചെയ്യുന്നു? ലഹരി പദാർത്ഥങ്ങൾ ഇന്ത്യക്ക് പുറത്ത് വ്യാപാരം ചെയ്താൽ അല്ലെങ്കിൽ ട്രേഡ് ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത്? സെക്ഷൻ 24 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് സെക്ഷൻ 24 എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ല, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? നർക്കോട്ടിക് ഡ്രഗോ അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യക്ക് പുറത്ത് വ്യാപാരം ചെയ്യുവാണ്. ഓക്കെ. ഇങ്ങനെ വ്യാപാരം ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത്? സെക്ഷൻ 24 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സെക്ഷൻ 19 എന്ന് പറയുന്നത് എന്താണ്? ഈ പോപ്പി അല്ലെങ്കിൽ ഓപ്പിയത്തിൻ്റെ കൾട്ടിവേഷൻ എന്ത് ചെയ്യുന്നു? ചെയ്യുന്നു, അതിൽ നിന്ന് അപഹരിക്കുവാണെങ്കിലുള്ള ശിക്ഷ. 24ലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? ഇന്ത്യക്ക് പുറത്ത് വെച്ച് എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള വ്യാപാരങ്ങൾ ചെയ്താലുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് സെക്ഷൻ 24 പറയുന്നത്.
ഓക്കെ, അതിൻ്റെ ഡീപ്പറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടെ ആഴത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ഈ സെക്ഷൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ സെക്ഷൻ 12 പ്രകാരം നൽകിയിട്ടുള്ള അനുമതിയുടെ വ്യവസ്ഥകൾ പാലിക്കാതെയോ ഇന്ത്യക്ക് പുറത്തു നിന്ന് മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും വ്യക്തിക്ക് വിതരണം ചെയ്യുന്ന വ്യാപാരത്തിൽ ഏർപ്പെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്താൽ 10 മുതൽ 20 വർഷം വരെയുള്ള തടവ് ശിക്ഷയും 1 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും എന്നാണ് സെക്ഷൻ 24 പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ കീവേഡ്സ് എന്തൊക്കെയാണ്? ഒന്നുകിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ, അല്ലെന്നുണ്ടെങ്കിൽ സെക്ഷൻ 12 അനുമതി കിട്ടുമ്പോഴത്തേന് അതിൻ്റെ കുറച്ച് വ്യവസ്ഥകൾ പറയുന്നുണ്ട്. ആ വ്യവസ്ഥകൾ പാലിക്കാതെ എന്ത് ചെയ്യുന്നു, എക്സ്റ്റേണലായിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന നർക്കോട്ടിക് ഡ്രഗ്സ് അല്ലെന്നുണ്ടെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട വ്യാപാരത്തിൽ ഏർപ്പെടുകയാണ്. സെക്ഷൻ 12 പറയുന്ന വ്യവസ്ഥകൾ ലംഘിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എന്താണ്, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും, 10 മുതൽ 20 വർഷം വരെയുള്ള തടവ് ശിക്ഷ, കൂടാതെ എന്ത് കിട്ടും, 1 മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള പിഴയും കിട്ടും എന്നാണ് സെക്ഷൻ 24 പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സെക്ഷൻ 19 സെക്ഷൻ 24 നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ സിലബസിൽ ഇല്ല, പക്ഷേ നമ്മുടെ 31A ആ ഒരു കാര്യം പറയുന്നത് കൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് അതെന്താണെന്ന് എന്ത് ചെയ്യണം, നമ്മളൊന്ന് അറിഞ്ഞ് വെച്ചേക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? സെറ്റാണോ? പക്ക? ഓക്കെ, ഡൺ. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ നോക്കുന്നു, സെക്ഷൻ 27A. എന്താണ് സെക്ഷൻ 27A എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനധികൃത ലഹരി കടത്തിന് ധനസഹായം നൽകുന്നതിനും കുറ്റവാളികളെ അഭയം നൽകുന്നതിനുമുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 27A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ലഹരി കടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ എന്താണ് ഇല്ലീഗലായിട്ട് ഡ്രഗ്സ് കടത്തുന്നതിന് ധനസഹായം നൽകുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഡ്രഗ് ഡീലറെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാർബർ ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ അഭയം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്, വകുപ്പ് 27A ആ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളാണ് സെക്ഷൻ 27A പറയുന്നത്. അതായത് നമ്മൾ ഇല്ലീഗലായിട്ട് ഡ്രഗ് ബിസിനസ് നടത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറയുന്ന ഡ്രഗ് ബിസിനസ് നടത്തുന്ന ആൾക്കാരെ അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ അഭയം കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരെ നമ്മൾ ഹാർബർ ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്താണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 27A എന്ന് പറയുന്നത്. നിങ്ങൾ സിംഗം എന്ന് പറഞ്ഞ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഡാനി എന്ന് പറഞ്ഞ ആളെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഡാനി എന്താണ്, ഡ്രഗ് ഡീലറാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറ്റവാളികൾക്ക് അഭയം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണ്, സെക്ഷൻ 27A പ്രകാരമുള്ള ശിക്ഷയാണ്. കാര്യം നമ്മൾ ഡ്രഗിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന NDPS ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുറ്റവാളികളെ സംരക്ഷിക്കുന്നതും അതുകൂടാതെ അനധികൃതമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലഹരി കടത്തുന്നതും എന്താണ് ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതിന് ധനസഹായം നൽകുന്നത് എന്താണ്, കുറ്റമാണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 27A എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് ഇറങ്ങി ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് പറയുന്നത്, എന്താണ്, അനധികൃതമായ ലഹരി കടത്ത് പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിക്ക് നേരിട്ടോ അല്ലാതെയോ ധനസഹായം നൽകുന്നവർക്ക് 10 വർഷത്തിൽ കുറയാത്തതും 20 വർഷം വരെ നീണ്ടു നിൽക്കാവുന്നതുമായ കഠിന തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്തതും 2 ലക്ഷം രൂപ വരെയാകാവുന്ന പിഴയും ലഭിക്കും എന്നാണ് പറയുന്നത്. സെയിം നമ്മുടെ എന്താണ് 24 പറയുന്ന അതേ പ്രൊവിഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത് 27A ഉള്ളത്. പക്ഷേ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് മാത്രം ഇത്തിരി മാറ്റമുണ്ട്. എന്താണ്, അനധികൃതമായിട്ടുള്ള ലഹരി കടത്തിൽ ധനസഹായം നൽകുന്നു, അല്ലെങ്കിൽ എന്താണ് ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കുറ്റവാളികൾക്ക് നമ്മൾ അഭയം കൊടുക്കുന്നു, അഭയം കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള 2 കാര്യങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെൻ്റ് ആണ് സെക്ഷൻ 27A പറയുന്നത്. എന്താണ് പണിഷ്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 വർഷത്തിൽ കുറയാത്ത തടവ്, മാക്സിമം എത്രയാണ്, 20 വർഷം വരെയുള്ള തടവ്. അതിൻ്റെ കൂടെ 1 ലക്ഷം രൂപ മിനിമം അല്ലെങ്കിൽ മാക്സിമം 2 ലക്ഷം രൂപ വരെയുള്ള പിഴയും ലഭിക്കുമെന്നാണ് സെക്ഷൻ 27A പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്ന കാര്യം എന്താണ്, വേണമെന്നുണ്ടെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ലക്ഷം രൂപയിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, പിഴ ചുമത്താനായിട്ട് പറ്റും. അങ്ങനെ പിഴ ചുമത്തുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, കോടതി വിധിയിൽ ആ ഒരു കാര്യം രേഖപ്പെടുത്തണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? മനസ്സിലായോ? സെറ്റാണോ? പക്ക? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോൻ്റെ താഴെ എന്ത് ചെയ്യണം, കമൻസ് നിങ്ങൾ കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടി, നമുക്ക് എന്താണ് ഈ എടുക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സും നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ PK ലേണിങ്ങിൻ്റെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു
നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് എവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ഈ PDF നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സെക്ഷൻ 27A ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. സെക്ഷൻ 24 പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ സെക്ഷൻ 12 പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്ക് എന്താണ്, അല്ലെങ്കിൽ വ്യവസ്ഥകളെ ഇൻഫ്രിഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ വ്യവസ്ഥകൾ പാലിക്കാതെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഇന്ത്യക്ക് പുറത്ത് വ്യാപാരത്തിൽ ഏർപ്പെട്ടാലുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് സെക്ഷൻ 24 പറയുന്നത്. ദെൻ സെക്ഷൻ 27A പറയുന്നത് ഇല്ലീഗൽ ട്രേഡിന് ധനസഹായം നൽകുന്നത് അല്ലെങ്കിൽ എന്താണ്, ഈ പറയുന്ന NDPS ആക്ട് പ്രകാരമുള്ള കുറ്റവാളികൾക്ക് അഭയം കൊടുക്കുന്നതും എന്താണ്, ശിക്ഷാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത് സെക്ഷൻ 27A. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പിടിക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ കൺവിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മൾ സെക്ഷൻ 31 പറഞ്ഞിരിക്കുന്ന അതേ കുറ്റകൃത്യങ്ങൾ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും, വധശിക്ഷ ലഭിക്കും എന്നുള്ള കാര്യം പറയുന്നത്. ഓക്കെ, മാക്സിമം വധശിക്ഷ, മിനിമം എന്താണ്, സെക്ഷൻ 31A പറഞ്ഞിരിക്കുന്ന ശിക്ഷ മിനിമം കിട്ടും, മാക്സിമം എത്രയാണ്, വധശിക്ഷ കിട്ടും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ, മനസ്സിലായോ, പക്ക ഓക്കെ. ഇപ്പം സെക്ഷൻ 31A പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്തും കൂടെ ഉണ്ട്, സെക്ഷൻ 31 കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്ഷൻ 31 നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. എന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, സെക്ഷൻ 31A പ്രകാരമുള്ള മിനിമം ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്, സെക്ഷൻ 31A അല്ലെങ്കിൽ സെക്ഷൻ 31 എന്താണോ ശിക്ഷ പറഞ്ഞിരിക്കുന്നത് അതായിരിക്കും എന്ത് ചെയ്യുന്നത്, സെക്ഷൻ 31A പ്രകാരമുള്ള മിനിമം പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. മാക്സിമം പണിഷ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, വധശിക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സെക്ഷൻ 31 പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, NDPS നിയമപ്രകാരമുള്ള ഒഫൻസസ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, റിപ്പീറ്റ് ചെയ്യുവാണ്, ആവർത്തിക്കുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഒഫൻസിന് പറഞ്ഞിരിക്കുന്ന പണിഷ്മെൻ്റ് എന്താണോ അതിൻ്റെ 1.5 മടങ്ങ് എന്ത് കിട്ടും, നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടും. അതായത് മിനിമം പണിഷ്മെൻറ്റ് 6 മാസമാണെങ്കിൽ എന്താണ്, 6ൻ്റെ 1.5 മടങ്ങ് നമുക്ക് എന്ത് കിട്ടും, റിപ്പീറ്റ് ചെയ്താൽ കിട്ടും. ദെൻ മാക്സിമം പണിഷ്മെൻറ്റ് 1 വർഷമാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, 1ൻ്റെ 1.5 മടങ്ങ് നമുക്ക് എന്ത് കിട്ടും, മാക്സിമം ആയിട്ട് കിട്ടും. അതായത് എന്തായാലും ഒരു കുറ്റത്തിനുള്ള പണിഷ്മെൻറ്റ് എന്താണോ അത് എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ആണെന്നുണ്ടെങ്കിൽ മിനിമത്തിൻ്റെ 1.5 മടങ്ങ്, മാക്സിമം ആണെന്നുണ്ടെങ്കിൽ മാക്സിമത്തിൻ്റെ 1.5 മടങ്ങ് നമുക്ക് എന്ത് കിട്ടും, തടവ് ശിക്ഷയായിട്ട് നമുക്ക് ലഭിക്കും. ദെൻ പിഴയുടെ കേസിലും അത് തന്നെയാണ്, പിഴ എന്ത് തന്നെയാണ്, 1.5 മടങ്ങ് തന്നെയാണ് എന്ത് കിട്ടുന്നത്, പിഴയും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഈ പറയുന്ന സെക്ഷൻ 19 24 27A പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്ത് കൺവിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി എഗെയിൻ വന്നിട്ട് ഇത്തരത്തിലുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെയും നർക്കോട്ടിക് ഡ്രഗ്സിൻ്റെയും ഒക്കെ പ്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യുന്നു, ധനസഹായം നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ബെയർ മിനിമം എന്ത് കിട്ടും, ആ ഒരു പർട്ടിക്കുലർ കുറ്റത്തിന് എന്ത് ശിക്ഷയാണോ പറഞ്ഞിരിക്കുന്ന ആ ശിക്ഷയുടെ 1.5 മടങ്ങ് എന്തായിട്ട് കിട്ടും, പണിഷ്മെൻ്റായിട്ട് കിട്ടും. ദെൻ എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഫൈനിൻ്റെയും 1.5 മടങ്ങ് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ, മനസ്സിലായോ. അപ്പോൾ സെക്ഷൻ 31 ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ സെക്ഷൻ 31 പറയുന്നത് NDPS നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ അതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 1.5 മടങ്ങായിരിക്കും. അതിന് തടവിൻ്റെ കാര്യത്തിലായാലും ശരി പിഴയുടെ കാര്യത്തിലായാലും ശരി 1.5 മടങ്ങായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഓക്കെ ആണോ, മനസ്സിലായോ, സെറ്റല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സെക്ഷൻ 31A നമ്മൾ എന്ത് ചെയ്തു, ഇതോടുകൂടി നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ സെക്ഷൻ പഠിച്ചു, സെക്ഷൻ 1 പഠിച്ചു, സെക്ഷൻ 25 പഠിച്ചു, സെക്ഷൻ 27 പഠിച്ചു, സെക്ഷൻ 28 പഠിച്ചു, സെക്ഷൻ 31A പഠിച്ചു. ദെൻ 31മായിട്ട് ബന്ധപ്പെട്ടിട്ട് സെക്ഷൻ 19, 24, 27A, സെക്ഷൻ 31. ഓക്കെ, അപ്പോൾ ഇത്രയും സെക്ഷൻസ് നിങ്ങൾക്ക് എന്തായി, പച്ചവെള്ളം പോലെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം. സെക്ഷൻ 31A എന്താണ്, ആവർത്തിച്ചാലുള്ളത്. എന്താവർത്തിച്ചാലുള്ളതാണ്, ഈ പറയുന്ന സെക്ഷൻ 19 29 സെക്ഷൻ 19 സെക്ഷൻ 24 സെക്ഷൻ 27 പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ കൺവിക്റ്റഡ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കുറ്റകൃത്യങ്ങളൊക്കെ ആവർത്തിച്ചു കഴിഞ്ഞാൽ വധശിക്ഷ വരെ മാക്സിമം കിട്ടുമെന്ന് പറയുന്ന വകുപ്പാണ് സെക്ഷൻ 31A. എന്നാൽ സെക്ഷൻ 31ലേക്ക് വരുമ്പോൾ എന്താണ്, NDPS ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കുറ്റകൃത്യം 2ാമത് തവണയോ സബ്സിക്വൻ്റ് ആയിട്ടോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, 1.5 മടങ്ങ് വരെയുള്ള ശിക്ഷ കിട്ടും എന്നുള്ളതാണ് സെക്ഷൻ 31 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ, ക്ലിയർ ആണോ, സെറ്റ് ആണോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ 31 ബെയർ ആക്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട്സിനകത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ റീഡ് ചെയ്യുക. കാര്യം അതിനകത്ത് നമുക്ക്
അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാര്യം നമ്മുടെ സിലബസിൽ ഇല്ലാത്തതാണ്. പക്ഷേ നമ്മുടെ 31 എഴിക്കാത്തതിൻ്റെ പരാമർശം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നമ്മളൊന്ന് നോക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 37 ഇനി നമുക്ക് 2 സെക്ഷനും കൂടെ ഉള്ളൂ. ആ 2 സെക്ഷനും കൂടെ കംപ്ലീറ്റ് ആയാൽ NDPS ആക്ട് എന്ത് ചെയ്തു നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് സെക്ഷൻ 37 പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, NDPS നിയമപ്രകാരമുള്ള അല്ലെങ്കിൽ NDPS ആക്ടിൽ പറഞ്ഞിരിക്കുന്ന സകലമാന ഒഫൻസുകളും അല്ലെങ്കിൽ സകല കുറ്റങ്ങളും എന്താണ്, കോഗ്നൈസബിൾ ആണ്. ഓക്കെ, കോഗ്നൈസബിൾ ആണ് എന്നാണ് പറഞ്ഞത്. കോഗ്നൈസബിൾ മീൻസ് എന്താണ്, തിരിച്ചറിയാവുന്ന കുറ്റം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മലയാളത്തിൽ പറയും. PSCയുടെ കൺവേർഷൻ കോഗ്നൈസബിളിന് തിരിച്ചറിയാവുന്ന കുറ്റം എന്നാണ്. അതായത് പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണഗതിയിൽ നമ്മൾ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുന്നത് എന്താണ്, CRPCയുടെ ഷെഡ്യൂൾ 1 എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുള്ള നിയമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒഫൻസുകളെ IPCയുടെ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കുറ്റകൃത്യം കോഗ്നൈസബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെയാണ് കോഗ്നൈസബിൾ എന്ന് പറയുന്നത്. പക്ഷേ NDPS ആക്ടിൽ സെക്ഷൻ 37 എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. CRPCയിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല. എന്താണ്, അല്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. എന്താണ്, ഈ NDPS ആക്ട് പ്രകാരമുള്ള എല്ലാ കുറ്റങ്ങളും എന്താണ്, കോഗ്നൈസബിൾ ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന NDPS ആക്ട് പ്രകാരമുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും എന്താണ്, കോഗ്നൈസബിൾ കുറ്റകൃത്യങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്, സെക്ഷൻ 37 ആ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, എന്നിട്ട് രണ്ടാമത് പറയുന്ന കാര്യം എന്താണ്, ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും എവിടെ പറയുന്നുണ്ട്, സെക്ഷൻ 37 പറയുന്നുണ്ട്. അതായത് സെക്ഷൻ 19 പ്രകാരമോ സെക്ഷൻ 24 പ്രകാരമോ സെക്ഷൻ 27A പ്രകാരമോ അല്ലെങ്കിൽ എന്താണ്, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി അളവുകൾ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിൽ അളവുകൾ ഉണ്ട് എന്ന കുറ്റകൃത്യത്തിലോ ആരോപണ വിധേയനായ ഒരു വ്യക്തിയെ ജാമ്യത്തിലോ സ്വന്തം ബോണ്ടിലോ വിട്ടയക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് NDPS നിയമപ്രകാരമുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും എന്താണ്, കോഗ്നൈസബിൾ ആണ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും, വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞേക്ക് എന്താണ്, സെക്ഷൻ 19 പ്രകാരം സെക്ഷൻ 24 പ്രകാരം അല്ലെങ്കിൽ സെക്ഷൻ 27 പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിൽ ആരോപണ വിധേയനായ വ്യക്തി അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കൈവശം വെച്ചു എന്ന ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജാമ്യത്തിൽ വിടാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് രണ്ടാമത് പറയുന്ന കാര്യം. ഇനി മൂന്നാമത് പറയുന്ന കാര്യം എന്താണ്, ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ആരോപണ വിധേയനായ വ്യക്തി എന്ത് ചെയ്യുന്നു, ജാമ്യാപേക്ഷ കൊടുക്കുവാണ്. ഓക്കെ, ജാമ്യാപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ദെൻ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജാമ്യാപേക്ഷയെ എതിർക്കാനായിട്ട് പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കോടതിക്ക് തോന്നുവാണ് എന്താണ്, ഈ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി എന്താണ്, കുറ്റം ചെയ്യാൻ സാധ്യതയില്ല എന്ന് കോടതിക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കോടതിക്ക് ജാമ്യത്തിൽ വിടാവുന്നതാണ്. ഇത്രയും 4 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 37 പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 37 പറയുമ്പോൾ ഈ 4 പോയിന്റ്സ് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്, ഒന്നാമത്തെ പോയിന്റ് എന്താണ്, ഈ NDPS ആക്ട് പ്രകാരമുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും കോഗ്നൈസബിൾ ആണ് എന്നുള്ളതാണ് സെക്ഷൻ 37 പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ, ഈ NDPS ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്ക് എന്തില്ല, നമുക്ക് ജാമ്യം ലഭിക്കില്ല എന്നുള്ളതാണ് രണ്ടാമത് പറയുന്ന കാര്യം. സ്പെഷ്യലി ഈ പറയുന്ന സെക്ഷൻ 19 24 24 അതുകൂടാതെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കൈകാര്യം ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് എന്തില്ല, ജാമ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ജാമ്യത്തിനുള്ള അപേക്ഷ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ തന്നെ ഡെഫിനറ്റ്ലി അപേക്ഷ കൊടുക്കാൻ പറ്റും. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ജാമ്യാപേക്ഷ എതിർക്കാനായിട്ട് കഴിയും. ഇനി കോടതിക്ക് തോന്നുവാണ് ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, കോടതിക്ക് ജാമ്യത്തിൽ വിടാനായിട്ട് പറ്റും. ഇതാണ് എന്തെന്ന് പറയുന്നത്, സെക്ഷൻ 37 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സെക്ഷൻ 37 മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബെയർ ആക്റ്റും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബെയർ ആക്റ്റൂടെ നോക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, എന്താണ് സെക്ഷൻ 37 പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒഫൻസസ് ടു ബി കോഗ്നൈസബിൾ ആൻഡ് നോൺ ബെയിലബിൾ എന്നാണ് പറയുന്നത്. അതായത് NDPS ആക്ട് പ്രകാരമുള്ള ഒഫൻസുകൾ കോഗ്നൈസബിൾ ആണ് അല്ലെങ്കിൽ തിരിച്ചറിയാവുന്ന കുറ്റമാണ്, അല്ലെങ്കിൽ എന്താണ്, നോൺ ബെയിലബിൾ ആണ് അല്ലെങ്കിൽ ബെയിൽ ലഭിക്കാത്ത കുറ്റമാണ്. അപ്പം NDPS ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ എന്താണ്, കോഗ്നൈസബിളും ബെയിലബിളുമാണ്. നോൺ ബെയിലബിൾ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പക്കാ ശരിയാണ്. കാര്യം സെക്ഷൻ 37 എന്ത് ചെയ്തിട്ടുണ്ട്, അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ,
എന്താ പറയുന്നത്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 അല്ലേ. അതായത് CRPC എന്ത് തന്നെ പറഞ്ഞിരുന്നാലും എവരി ഒഫൻസ് പണിഷബിൾ അണ്ടർ ദിസ് ആക്ട് ഷാൽ ബി കോഗ്നൈസബിൾ. ഓക്കെ, ഈ ഒരു ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഈ NDPS നിയമപ്രകാരം എന്താ പണിഷബിൾ ആയിട്ടുള്ള എല്ലാ ഒഫൻസുകളും എന്താണ്, കോഗ്നൈസബിൾ ആണ് എന്നാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. രണ്ട്, നോ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് ആൻ ഒഫൻസ് പണിഷബിൾ ഫോർ എന്താണ് സെക്ഷൻ 19, സെക്ഷൻ 24, സെക്ഷൻ 27A അല്ലെങ്കിൽ എന്താണ് ഒഫൻസ് ഇൻവോൾവിംഗ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ഷാൽ ബി റിലീസ്ഡ് ഓൺ ബെയിൽ ഓൺ ഹിസ് ബോണ്ട് അൺലെസ് ദ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാസ് ബീൻ ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു ഒപ്പോസ് ദ ആപ്ലിക്കേഷൻ ഫോർ സച്ച് റിലീസ്. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ആളെ നമ്മൾ ബോണ്ടിലോ എന്ത് ചെയ്യാൻ പാടില്ല, സ്വന്തം ബോണ്ടിലോ ജാമ്യത്തിൽ വിട്ടയക്കാൻ പാടില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇതിനെ എതിർക്കാനും ഉള്ള എന്തുണ്ട് അവസരമുണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 37 പറയുന്ന അടുത്ത കാര്യം. പിന്നെ പറയുന്നുണ്ട്, വേർ ദ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പോസസ് ആപ്ലിക്കേഷൻ ദ കോർട്ട് is satisfied that there are reasonable grounds for believing that he is not guilty of such offense, that he is not likely to commit any offense while on bail. ഓക്കെ, അപ്പോൾ എന്താണ്, ഇദ്ദേഹം ഗിൽറ്റി അല്ല എന്ന് കോടതിക്ക് തോന്നുവാണ്, അല്ലെങ്കിൽ ബെയിലിൽ വിട്ട് കഴിഞ്ഞാൽ എന്താണ് ഇനി ഇങ്ങനെയുള്ള ഒഫൻസുകളൊന്നും ചെയ്യത്തില്ല എന്ന് കോടതിക്ക് ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കോടതിക്ക് ബെയിൽ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ബെയിൽ കൊടുക്കുമ്പോഴത്തേനും എന്താണ് CRPCയുടെ പ്രൊസീജിയേഴ്സൊക്കെ എന്ത്, CRPCയുടെ അല്ലെങ്കിൽ ബെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റെന്തെങ്കിലും നിയമങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അവിടെ എന്താണ് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് സെക്ഷൻ 37 പറയുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സെക്ഷൻ 37 പറയുന്ന കാര്യം എന്താണ്, NDPS നിയമപ്രകാരമുള്ള ഒഫൻസുകൾ എന്താണ് കോഗ്നൈസബിളും നോൺ ബെയിലബിളും ആണ് എന്ന് പറയുന്നു. പിന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്, വേറെ ഏതൊക്കെ നിയമത്തിൽ എന്തൊക്കെ പറഞ്ഞിരുന്നാലും NDPS നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ എന്താണ് കോഗ്നൈസബിൾ ആണെന്ന് പറയുന്നു. പിന്നെ അതുകൂടാതെ ജാമ്യം കൊടുക്കാനായിട്ട് കഴിയില്ല. സ്പെഷ്യലി എന്താണ് സെക്ഷൻ 19, സെക്ഷൻ 24, സെക്ഷൻ 27 അതൊക്കെ നമുക്ക് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. പിന്നെ അതുകൂടാതെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കൈവശം വെച്ചു എന്നുള്ള കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജാമ്യം കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ദെൻ ഈ ഒരാൾ ജാമ്യം കൊടുക്കുവാണെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കോടതിക്ക് തോന്നുവാണ് എന്താണ്, കോടതിക്ക് തോന്നുവാണ് ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്താണ് ഇയാളെ ബെയിലിൽ വിട്ടാൽ ഇയാൾ കുറ്റം ചെയ്യില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, കോടതിക്ക് അയാളെ ജാമ്യത്തിൽ വിടാനായിട്ട് പറ്റും. അങ്ങനെ ജാമ്യത്തിൽ വിടുമ്പോഴത്തേനും എന്തായിരിക്കണം, CRPCയിലോ മറ്റ് നിയമത്തിലോ പറഞ്ഞിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും പാലിക്കാനായിട്ട് ആര് ബാധ്യസ്ഥനാണ്, ഈ പറയുന്ന കുറ്റവാളി അല്ലെങ്കിൽ ആരോപണ വിധേയൻ എന്താണ്, കുറ്റവാളിയല്ല ആരോപണ വിധേയൻ എന്താണ് ബാധ്യസ്ഥനാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? മനസ്സിലായോ? പക്ക ഓക്കെ? ഇത്രയും കാര്യങ്ങൾ സെറ്റ്, ഇത്രയും കാര്യങ്ങൾ പക്ക ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ പക്ക ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് സെക്ഷൻ 37 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു, സെക്ഷൻ 1 പഠിച്ചു, സെക്ഷൻ 25 പഠിച്ചു, സെക്ഷൻ 27 പഠിച്ചു, സെക്ഷൻ 28 പഠിച്ചു, സെക്ഷൻ 31A പഠിച്ചു. 31A പഠിച്ചപ്പോൾ 19, 24, 27 നമ്മൾ പഠിച്ചു. അതുകൂടാതെ സെക്ഷൻ 31 എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓർക്കുമ്പോൾ തന്നെ അതെല്ലാം കിട്ടുമല്ലോ. കിട്ടുന്നുള്ള എന്താണ് അത്രയും മതി, നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മതി. എന്നാലും എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇച്ചിരി ഒന്ന് ഡീപ്പറായിട്ട് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ സെക്ഷൻ 37 വന്നു. അപ്പോൾ 37ൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ ഒരു സെക്ഷൻ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ആ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, സെക്ഷൻ 68F ആണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 68F അതുകൂടാതെ PSC ഇതുവരെ NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഒരേ ഒരു സെക്ഷൻ കൂടെ ബാക്കിയുള്ളൂ. സെക്ഷൻ 68F ആണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ സെക്ഷൻ 68F അതുകൂടാതെ NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങളോട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതും കൂടെ ആകുമ്പോൾ എന്താവും, NDPS ആക്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ എന്ത് കംപ്ലീറ്റ് ആവും, NDPS ആക്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് ലഭിക്കാനായിട്ട് യൂട്യൂബിൻ്റെ താഴെ അല്ലെങ്കിൽ ഈ കാണുന്ന വീഡിയോൻ്റെ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ജോയിൻ ആവുക. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ PDF നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും എന്താണ് പ്രോപ്പറായിട്ട് നോട്ട് മേക്ക് ചെയ്യണം. പ്രോപ്പറായിട്ട് നോട്ട് മേക്ക് ചെയ്താലേ റിവിഷൻ പോസിബിൾ ആകത്തുള്ളൂ. ഓരോ സെക്ഷനിലും പറഞ്ഞേക്കുന്ന ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ലെക്ചർ നോട്ട്സ് മേക്ക് ചെയ്യുക. പിന്നെ അതുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊരു നോട്ടും കൂടെ സമയം കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യുക, മേക്ക് ചെയ്യുക. കാര്യം ഇപ്പോൾ നല്ല കോമ്പറ്റീഷൻ്റെ സമയമാണ്. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടോപ്പ് റാങ്കിൽ എത്താൻ പറ്റൂ. കാര്യം കുറച്ച് ആൾക്കാരെയൊക്കെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക,
എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻസ് ആയിട്ട് നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറയാം, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, NDPS ആക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഗുഡ് ബൈ.